ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി, ഗോതമ്പ് ദോശ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലോട്ട് 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 4 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈസ്റ്റ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളത്തിൽ കുതിർത്തെടുത്ത് ഒരു 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ നമുക്കിതൊരു മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ സൈസിലുള്ള ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മല്ലി ഇലയാണ്, മല്ലി ഇല കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കളർഫുൾ ആവാൻ വേണ്ടി ക്യാരറ്റ് ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ക്യാരറ്റാണ്, ചെറിയ സൈസിലുള്ള 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനു മുന്നേ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ക്യാരറ്റിൻ്റെ നീരൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല പാകമായി കിട്ടും. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ദോശകൾ ചുട്ടെടുക്കാം. നമ്മൾ എപ്പോഴും ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശയ്ക്ക് കുറച്ചൊരു ഉറപ്പ് വരാറുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ദോശ നല്ല സോഫ്റ്റും വളരെ ക്രിസ്പിയും ആയിരിക്കും. ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഗോതമ്പ് ദോശ. വളരെ ഈസിയും ഹെൽത്തിയുമാണ്, വളരെ സോഫ്റ്റും അതുപോലെ ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചൂടോടെ തന്നെ നമുക്ക് നല്ല തേങ്ങ ചമ്മന്തിയും അതുപോലെ എന്ത് കറിയോടൊപ്പം വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതോടൊപ്പം സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഗോതമ്പ് ദോശ. വളരെ ഈസിയും ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.